Dear students, the first semester BCom കോഴ്സിലെ കോർപ്പറേറ്റ് റെഗുലേഷൻസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ സബ്ജക്റ്റിൻ്റെ 2021 ഒക്ടോബറിലെ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷനും അതിൻ്റെ ആൻസർ കീയുമാണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ 2021 ഒക്ടോബറിലെ ഈ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷൻ ഒരു 2 വീഡിയോയിൽ അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും. കാരണം ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ പല ക്വസ്റ്റ്യൻസും 2017 18 19 ചോദിച്ചിട്ടുള്ളതാണ്. അത് പാർട്ട് മാറിയെന്ന് വരാം. ഇപ്പം ചില ക്വസ്റ്റ്യൻസ് ഇപ്പം നമുക്ക് ഒരു ബി പാർട്ടിലെ ഒരു ക്വസ്റ്റ്യൻ്റെ ഒരു ഭാഗമായിട്ടായിരിക്കും എ പാർട്ടിൽ ഇവിടെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യനിൽ ബി പാർട്ടിൽ വന്നിരിക്കുന്ന പല ക്വസ്റ്റ്യൻസും ഇതിനു മുമ്പുള്ള 18 19 ഒക്കെ സി പാർട്ടിലും അതുപോലെ തന്നെ എ പാർട്ടിലും ചോദിച്ചിട്ടുള്ളതാണ്. അപ്പം നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഫോളോ ചെയ്യുമ്പോൾ 2017 18 19 ക്വസ്റ്റ്യൻ ആൻസർ ഓൾറെഡി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ അത് ശ്രദ്ധിച്ചിട്ട് ആ ക്വസ്റ്റ്യൻസ് ആണ് ഈ 2021 റിപ്പീറ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ ഇതിൽ ഏത് ആൻസർ കീയിലെ ആൻസറാണോ നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമായിട്ട് തോന്നുന്നത് ആ ആൻസർ ഫോളോ ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം ഓരോ ആൻസർ കീയും തയ്യാറാക്കിയപ്പോൾ ഡിഫറെൻറ്റ് ടെക്സ്റ്റ് ബുക്കുകളും ഡിഫറെൻറ്റ് റെഫറൻസ് ബുക്കുകളും ഒക്കെ ആയിരിക്കും റെഫർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഏത് ആൻസർ കീയിലെ ആൻസറാണോ എളുപ്പമായിട്ട് തോന്നുന്നത് ആ ആൻസർ പഠിച്ചാൽ മതി. റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് നമ്മളെന്താ എളുപ്പമായിട്ടുള്ള ആൻസർ ഏത് ആൻസർ കീയിലെയാണോ ആ ആൻസർ പഠിച്ചുകൊള്ളുക. ഇപ്പോൾ നമുക്ക് 2021 ഒക്ടോബർ ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷനിലേക്ക് പോകാം. അപ്പോൾ അതിൻ്റെ അകത്ത് ഇതൊരു കോവിഡ് പ്രോട്ടോകോൾ പ്രകാരമുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ അതുകൊണ്ട് എന്താണത് ആൻസർ ഇനി 6 ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് അവരതാ തന്നിരിക്കുന്നത്. ഇനി ഈ വർഷത്തെ എക്സാം വരുമ്പോൾ ഇപ്പോൾ നിലവിൽ ഫസ്റ്റ് സെമസ്റ്ററിൽ ഇരിക്കുന്ന കുട്ടികളുടെ ഇപ്പോൾ സെക്കൻഡ് സെമസ്റ്ററിൻ്റെ ക്ലാസ്സുകൾ പല കോളേജുകളിൽ ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ യൂണിവേഴ്സിറ്റി എക്സാം എഴുതാൻ പോകുമ്പോൾ കോവിഡിൻ്റെ ആനുകൂല്യങ്ങൾ കിട്ടണമെന്നില്ല. അപ്പം അങ്ങനെ കിട്ടാതെ വരികയാണെങ്കിൽ നിങ്ങൾ എ പാർട്ടിൽ എത്രയാണ് എ പാർട്ടിൽ 10 ക്വസ്റ്റ്യൻസ് ആൻസർ കൊടുക്കേണ്ടതായിട്ട് വരും. ഇപ്പം 10 × 2 20 മാർക്സ് ആയിരിക്കും. അപ്പം അതുപോലെ നമ്മൾ 4 ക്വസ്റ്റ്യൻ അല്ല ബി പാർട്ടിൽ വരുന്നത് 6 ക്വസ്റ്റ്യൻ ആയിരിക്കും. ഇപ്പം 6 × 5 30. സി പാർട്ടിൽ 15 × 2 ഇപ്പം എന്താണ് 15 മാർക്കിൻ്റെ 2 ക്വസ്റ്റ്യൻ ആയിരിക്കും. ഇനി അതല്ല നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഈ ഒരു പാറ്റേൺ തുടരാനും സാധ്യതയുണ്ട്. ഡിപ്പെൻസ് ഓൺ യുവർ ലക്ക്. Anyway, we can begin our discussion. Part A യിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ഈസ് നാഷണൽ കമ്പനി ലോ അപ്പലേറ്റ് ട്രിബ്യൂണൽ? അപ്പീൽ കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ട്രിബ്യൂണൽസ് ആണ്. സോ നാഷണൽ കമ്പനി ലോ അപ്പലേറ്റ് ട്രിബ്യൂണൽ NCLAT was constituted under section 410 of the Companies Act 2013. എന്തിനു വേണ്ടിയാ? For hearing appeals against the orders of national company law tribunals. ഫോർ ഹിയറിംഗ് അപ്പീൽസ്. അപ്പോൾ അപ്പലേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? അപ്പീലിന് വേണ്ടിയുള്ളതാണ്. ഫോർ ഹിയറിംഗ് അപ്പീൽസ് അഗൈൻസ്റ്റ് ദി ഓർഡേഴ്സ് ഓഫ് നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽസ് NCLT വിത്ത് ഇഫക്ട് ഫ്രം 1 ജൂൺ 2016. ഇപ്പം 3 മാർക്കാണെങ്കിലും 2 മാർക്കാണെങ്കിലും ഈ ഒരൊറ്റ സെൻറ്റൻസിൽ ഇതിൻ്റെ ആൻസർ കംപ്ലീറ്റ് ആകുന്നതാണ്. സെക്കൻഡ് ഈസ് വാട്ട് ഈസ് ചാർട്ടേഡ് കമ്പനി? ഇപ്പം ചാർട്ടേഡ് കമ്പനികൾ നിലവിലില്ല. എ കമ്പനി കോൺസ്റ്റിറ്റ്യൂട്ടഡ് ബൈ ദ റോയൽ ചാർട്ടർ എന്നാണ് ചാർട്ടേഡ് കമ്പനി. So companies which are incorporated under special charter or proclamation issued by the head of the state, that is king or queen, are known as chartered companies. ഇപ്പോൾ രാജഭരണകാലത്തുണ്ടായിരുന്നതാണിത്. ഇംഗ്ലീഷുകാർ ഇന്ത്യ ഭരിച്ചിരുന്ന കാലത്ത് രാജാവിൻ്റെയോ രാജ്ഞിയുടെയോ ഒരു ഡിക്രി പ്രകാരം നിലവിൽ വന്നിരിക്കുന്ന കമ്പനികൾ അതാണ് ചാർട്ടേഡ് കമ്പനികൾ. റോയൽ ചാർട്ടർ പ്രകാരം. എക്സാമ്പിളായിട്ട് പറഞ്ഞിരിക്കുന്നത് എന്താ? ദി ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട്, then East India Company, etc. are examples. After the country attained independence, these types of companies ceased to exist. നിലവിൽ ഈ തരത്തിലുള്ള കമ്പനികൾ ഇന്ത്യയിൽ നിലവിലില്ല. Then 3. Who is a promoter and what is his legal position?
ഇതിനു മുമ്പുള്ള പല ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇത് കണ്ടിട്ടുള്ളതാണ്. എന്നിരുന്നാലും നമുക്കതൊന്നുകൂടി ഒന്ന് നോക്കാം. A promoter is a person who does all the preliminary work incidental to the formation of a company. ഒരു കമ്പനി ആരംഭിക്കുന്നതിന് വേണ്ടി ആവശ്യമായ എല്ലാ ഇനീഷ്യൽ വർക്കും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഒരു പ്രൊമോട്ടറായിട്ട് അറിയപ്പെടുന്നത്. A promoter may be an individual or a firm or a company who performs all these duties. പ്രൊമോട്ടർ എന്താ ഒരു വ്യക്തിയാകണമെന്നില്ല, ഒരു പാർട്ട്ണർഷിപ്പ് ഫേമോ കമ്പനിയോ ആവാം. Then a promoter has fiduciary relationship with the company, which means a relation of trust and confidence. ഒരു fiduciary relationship ആണ്. ഇപ്പം a promoter acts as a quasi trustee. Fiduciary, a relationship which is based on trust and confidence. Then fourth one, what do you mean by CIN? CIN is the corporate identification number. CIN means corporate identification number. Corporate identification number is a 21-digit alphanumeric number issued by the ROC, Registrar of Companies. When the company gets registered, ഒരു കമ്പനി രജിസ്റ്റർ ചെയ്യപ്പെടുമ്പോൾ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ഇഷ്യൂ ചെയ്യുന്ന അല്ലെങ്കിൽ അലോട്ട് ചെയ്യുന്ന ഒരു 21-digit alphanumeric നമ്പറാണ് CIN. It is a unique number to identify and track the company. ഇത് എല്ലാ കമ്പനികൾക്കും വ്യത്യസ്തമായ നമ്പറുകളായിരിക്കും. നമുക്ക് ആ CIN നമ്പറിലൂടെ ഓരോ കമ്പനിയും വേർതിരിച്ചറിയാൻ സാധിക്കും. Then fifth one is, what do you mean by the term lifting of corporate veil? ഈ കോർപ്പറേറ്റ് വെയിൽ എന്ന് പറഞ്ഞാൽ എന്താ? അതൊരു ലീഗൽ കോൺസെപ്റ്റാണ്. ലീഗൽ കോൺസെപ്റ്റ് ഒരു നിയമപരമായ ഒരു സങ്കല്പമാണിത്. So what do you mean by the term lifting of corporate veil? Corporate veil is a legal concept that separates the personality of a corporation from the personalities of the shareholders. ഇപ്പം ഒരു കോർപ്പറേഷൻ്റെ വ്യക്തിത്വത്തെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ വ്യക്തിത്വത്തിൽ നിന്ന് മാറ്റി നിർത്തുന്ന അല്ലെങ്കിൽ മാറ്റി നിൽക്കപ്പെടുന്നതായിട്ട് കണക്കാക്കുന്ന ഒരു ലീഗൽ കോൺസെപ്റ്റാണ്. Then and protect them from being personality liable for company's debts and other obligations. ഇപ്പം എന്താ ഷെയർ ഹോൾഡേഴ്സിനെ കമ്പനിയുടെ കടങ്ങൾക്കും മറ്റ് ഓബ്ലിഗേഷൻസിൽ നിന്നും വേർതിരിക്കുന്ന അല്ലെങ്കിൽ അവരുടെ എന്താ അതിന് വേർതിരിക്കുന്നു, ലയബിൾ അല്ലാതാകാതെ മാറ്റി നിർത്തുന്നു. സോ ദാറ്റ് സെപ്പറേറ്റ്സ് ഒരു കമ്പനി അതിൻ്റെ ഷെയർ ഹോൾഡേഴ്സിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു ലീഗൽ കോൺസെപ്റ്റാണ്. Under certain exceptional circumstances or situations, the court lift or pierce the corporate veil by ignoring the separate entity of the company to identify the individuals who are misusing the company to hide their wrongdoings. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ കോടതി ഈ കോർപ്പറേറ്റ് വെയിൽ ലിഫ്റ്റ് ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാണ്? ഇപ്പോൾ ഏതെങ്കിലും വ്യക്തികൾ അവരുടെ വ്യക്തിത്വം അല്ലെങ്കിൽ അവരുടെ ഒരു പൊസിഷൻ മിസ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ സ്വകാര്യ ലാഭത്തിന് വേണ്ടി അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ എന്താണ് കോർട്ടിന് ഈ ഒരു കോർപ്പറേറ്റ് വെയിൽ ലിഫ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഈ ഒരു ലീഗൽ കോൺസെപ്റ്റ് അത് അസാധുവാക്കാം. അതിനാണ് നമ്മൾ ലിഫ്റ്റിംഗ് ഓഫ് കോർപ്പറേറ്റ് വെയിൽ എന്ന് പറയുന്നത്. Then define share in the share capital of a company including stock. Shares are units of equity ownership in a corporation. Seventh one is, what is prospectus? Prospectus refers to an information booklet or offer document on the basis of which an investor invests in the securities of a company. അപ്പം ഇതെന്താണ്? ഓഫർ ഡോക്യുമെൻറ്റോ അല്ലെങ്കിൽ ഒരു ബുക്ക്ലെറ്റോ through which a company invites the general public to invest into its securities. ഇപ്പോൾ ഒരു കമ്പനി പൊതുജനങ്ങളെ കമ്പനിയുടെ സെക്യൂരിറ്റികളിൽ നിക്ഷേപിക്കുന്നതിന് വേണ്ടി ഇൻവൈറ്റ് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന ഒരു ഡോക്യുമെൻ്റാണ്, ഒരു ഓഫർ ലെറ്ററാണ് പ്രോസ്പെക്ടസ്. Then any notice, circular, advertisement or any other document inviting offers from public for subscription or purchase of securities shall constitute a prospectus. ഒരു ഇൻവിറ്റേഷൻ ഡോക്യുമെൻ്റ് ആണെന്ന് ഓർത്തിരിക്കുക. പൊതുജനങ്ങളെ ഒരു കമ്പനിയുടെ സെക്യൂരിറ്റിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനോട് ഇൻവൈറ്റ് ചെയ്യുന്ന ഒരു ഇൻവിറ്റേഷൻ ഡോക്യുമെൻ്റ് ആണ് പ്രോസ്പെക്ടസ്. ദ നെക്സ്റ്റ് ഈസ്, വാട്ട് ഈസ് ട്രാൻസ്ഫർ ഓഫ് ഷെയർസ്? ട്രാൻസ്ഫറും ട്രാൻസ്മിഷനും ഉണ്ട്. ട്രാൻസ്മിഷൻ ഓഫ് ഷെയർസും ട്രാൻസ്ഫർ ഓഫ് ഷെയർസും ഉണ്ട്. ട്രാൻസ്ഫർ ഓഫ് ഷെയർസ് റെഫേഴ്സ് ടു ദി ഇൻറ്റൻഷണൽ ട്രാൻസ്ഫർ ഓഫ് ടൈറ്റിൽ. വോളണ്ടറി ആക്ഷനാണ് ഇൻറ്റൻഷണൽ, വോളണ്ടറി ട്രാൻസ്ഫർ ഓഫ് ടൈറ്റിൽ. That is rights as well as duties to shares by one person to another. So when one person intentionally transfer
the title of securities owned by him to another person, that is transfer of shares. Then there are two parties to transfer, transferor and transferee. Then next is what is a resolution. മീറ്റിങ്ങുകളിലെ എല്ലാ ഡിസിഷനും എടുക്കുന്ന റെസൊല്യൂഷൻസിലൂടെയാണ്. എ റെസൊല്യൂഷൻ ഈസ് ദി ഫോർമൽ എക്സ്പ്രഷൻ ഓഫ് ദി ഡിസിഷൻസ് ഓഫ് എ മീറ്റിംഗ്. ഒരു മീറ്റിങ്ങിലെ ഫോർമൽ തീരുമാനങ്ങളുടെ ഫോർമൽ എക്സ്പ്രഷനാണ് റെസൊല്യൂഷൻ. എ മോഷൻ വെൻ പാസ് വിത്ത് ഓർ വിതൗട്ട് അമെൻമെന്റ് ഈസ് കോൾഡ് എ റെസൊല്യൂഷൻ. എ മോഷൻ വെൻ പാസ് വിത്ത് ഓർ വിതൗട്ട് അമെൻമെന്റ് ഈസ് കോൾഡ് എ റെസൊല്യൂഷൻ. ഇത് 9ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ദെൻ നെക്സ്റ്റ് ഈസ് ദി 5th one. Then who is an interested director? Interested director. അപ്പം ഒരു കമ്പനിയുടെ ഇൻട്രസ്റ്റും ഒരു ഡയറക്ടറിൻ്റെ ഇൻട്രസ്റ്റും തമ്മിൽ എന്തെങ്കിലും കോൺഫ്ലിക്റ്റ് ഉണ്ടാവുകയാണ് എങ്കിൽ അങ്ങനെ ഒരു ഡയറക്ടർ എന്തായിട്ട് നമ്മൾ കണക്കാക്കും? ഇൻട്രസ്റ്റഡ് ഡയറക്ടറായിട്ട് കണക്കാക്കും. എ ഡയറക്ടർ ക്യാൻ ബി കൺസിഡർഡ് ആസ് എൻ ഇൻട്രസ്റ്റഡ് ഇഫ് ഹിസ് പേഴ്സണൽ ഇൻട്രസ്റ്റ് കോൺഫ്ലിക്റ്റ് വിത്ത് ദി ഇൻട്രസ്റ്റ് ഓഫ് ദി കമ്പനി. ഒരു ഡയറക്ടറിൻ്റെ വ്യക്തിപരമായ താല്പര്യങ്ങൾ കമ്പനിയുടെ താല്പര്യങ്ങളുമായിട്ട് കോൺഫ്ലിക്റ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ, കമ്പനിയുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിട്ട് വരികയാണ് എങ്കിൽ then such a director can be considered as an interested director. A director can also be considered as interested even if he himself is not interested. A director എന്താ സ്വയം ഇൻട്രസ്റ്റഡ് ആകണമെന്നില്ല, but his relatives are interested. ആ ഡയറക്ടറിൻ്റെ റിലേറ്റീവ്സിന് താല്പര്യമുണ്ടായാലും മതി. Moreover, the interest need not to be pecuniary interest always. എല്ലായ്പ്പോഴും അത് സാമ്പത്തിക താല്പര്യമാകണമെന്നില്ല. ഇതിൻ്റെ ലീഗൽ പ്രൊവിഷൻസ് സെക്ഷൻ 184 കൊടുത്തിരിക്കുന്നത്. Then the 11th one, what do you mean by provisional liquidator? Provisional liquidator, വൈൻഡിങ് അപ്പ് ഓർഡർ പാസ്സാക്കപ്പെടുന്നത് വരെ നിയമിക്കപ്പെട്ടിരിക്കുന്ന ഒരു ലിക്വിഡേറ്ററാണ് പ്രൊവിഷണൽ ലിക്വിഡേറ്റർ. പ്രൊവിഷണലി അപ്പോയിന്റഡ് ആസ് എ ലിക്വിഡേറ്റർ until a winding up order is passed. So a liquidator appointed pending winding up order is passed is a provisional liquidator. A provisional liquidator will be appointed only from the panel of liquidators which contain names of professionals, chartered accountants, lawyers, cost accountants, company secretaries or other professionals, which is constituted by the central government. സെൻട്രൽ ഗവൺമെൻറ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്ന പാനൽ ഓഫ് ലിക്വിഡേറ്റേഴ്സിൽ നിന്ന് വേണം ഒരു പ്രൊവിഷണൽ ലിക്വിഡേറ്ററിനെ അപ്പോയിൻറ്റ് ചെയ്യാനായിട്ട്. Then the 12th one is what is the meaning of a defunct company? പ്രവർത്തനരഹിതമായ കമ്പനി, defunct company. ഇതൊക്കെ ഇതിന് മുമ്പുള്ള പല ക്വസ്റ്റ്യൻ പേപ്പറിലും ഒരു defunct കമ്പനിയുടെ വൈൻഡിങ് അപ്പ് പ്രോസസ്സ് എന്താണെന്നൊക്കെ ചോദിച്ചു കണ്ടിട്ടുള്ളതാണ്. So a defunct company is a company who has no asset and no liability and failed to commence business within 1 year of incorporation. A defunct company is a company that failed to commence business within 1 year of incorporation. ഒരു കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്ത് 1 വർഷത്തിനകം ആ കമ്പനിക്ക് പ്രവർത്തനം ആരംഭിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ അങ്ങനെയുള്ള കമ്പനികളെ defunct കമ്പനികളായിട്ട് അറിയപ്പെടും. The Ministry of Corporate Affairs MCA introduced strike of mode to allow the defunct companies to get their names removed from the register of companies. ഇങ്ങനെയുള്ള കമ്പനികളുടെ പേര് രജിസ്റ്റർ ഓഫ് കമ്പനീസിൽ നിന്നും നീക്കം ചെയ്യുന്നതിനുള്ള പ്രൊവിഷൻസ് ഉണ്ട്. അതിനാവശ്യമായ ഒരു മോഡ് MCA മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് ഓൾറെഡി അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞിരിക്കുന്ന 12 ക്വസ്റ്റ്യൻസ് എ പാർട്ടിൽ വന്നിരിക്കുന്നതാണ്. ദെൻ ബി പാർട്ടിൽ കോവിഡ് പ്രോട്ടോകോൾ വന്നിരിക്കുന്നത് കൃത്യമായിട്ട് അതനുസരിച്ച് തന്നെയാണ് അവർ ഇൻസ്ട്രക്ഷൻസും കൊടുത്തിരിക്കുന്നത്. ആൻസർ ഇനി 4 questions, each question carries 8 marks. Then that is question number 13. Explain the features of Companies Act 2013. ഇത് 2018-ലും 2019-ലും ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഇപ്പം നിങ്ങൾ പ്രധാനമായിട്ടും 2019-ലെ ആൻസർ കീ ഈ ഒരു സെക്ഷനിൽ കൊടുത്തിട്ടുണ്ട്, യൂട്യൂബ് അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ 2019-ലെ ആൻസർ കീയിൽ സി പാർട്ടിൽ ഇതിൻ്റെ ആൻസർ വളരെ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആ ഒരു ആൻസർ നോക്കി പഠിക്കുക. അപ്പം ബെറ്റർ യു റെഫർ ദി 2019 ആൻസർ കീ. ഇവിടെ ബ്രീഫായിട്ട് ഞാൻ ആൻസർ കൊടുത്തിട്ടുണ്ട്. ഈ പോയിന്റുകൾ നിങ്ങൾ എലാബറേറ്റ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. അതിൽ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന പോയിന്റുകൾ മാത്രം എക്സ്പാൻഡ് ചെയ്ത് എഴുതിയാലും മതി, ഡിപ്പെൻഡിങ് ഓൺ ദി സെക്ഷൻ വെയർ ഇറ്റ് കംസ്. നമ്മളെന്താ ഒരു
5 മാർക്കിനോ അല്ലെങ്കിൽ 8 മാർക്കിനുള്ള സെക്ഷനാണെങ്കിൽ ഈ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന പോയിന്റുകൾ മാത്രം ഒരു 2-3 സെൻറ്റൻസിൽ എക്സ്പ്ലനേഷൻ കൊടുക്കുക. One is the more powers to shareholders, women empowerment in corporate sector, corporate social responsibility provision, introduction of national company law tribunal and national company law appellate tribunal, fast track mergers and amalgamations, cross border mergers with prior permission of RBI, increasing the number of shareholders in private company to 200, that is from 50 to 200, introduction of one person company. ഇപ്പം 1 person കമ്പനിയൊക്കെ 2013 ആക്ടിലാണ് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് 1 person കമ്പനി. ദെൻ ഇൻട്രഡക്ഷൻ ഓഫ് ഇന്ത്യൻ റെസിഡൻറ്റ് ഡയറക്ടർ, ഇന്ത്യൻ റെസിഡൻറ്റ് ആസ് എ ഡയറക്ടർ. ഇപ്പോൾ എന്താ, ഡയറക്ടർമാരിൽ ഒരാളെങ്കിലും ഇന്ത്യയിൽ റെസിഡൻ്റ് ആയിരിക്കണം. ദെൻ ഡ്യൂട്ടീസ് ഓഫ് ഡയറക്ടേഴ്സ് ഹാവ് ബീൻ ഡിഫൈൻഡ്. ഈ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന പോയിന്റുകൾ. ഇനി നിങ്ങൾക്കതല്ല എങ്കിൽ 2019 ആൻസർ കീയിൽ സി സെക്ഷനിൽ കൃത്യമായ ആൻസർ ഉണ്ട്. ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്ത് പഠിക്കാം. Then 14th question is, what are the limitations on the power of a company to alter its memorandum? ഈ ക്വസ്റ്റ്യൻ 2019 ചോദിച്ചിട്ടുള്ളതാണ്. അപ്പം അതും നമ്മൾ പ്രധാനമായിട്ടും ഈ മെമ്മോറാണ്ടത്തിൻ്റെയും ആർട്ടിക്കിൾസിൻ്റെയും ഒക്കെ ഓൾട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ടത്, കമ്പനി അതിൻ്റെ ജനറൽ മീറ്റിങ്ങിൽ ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കിയിരിക്കണം. അതൊരു ഇമ്പാക്റ്റായിട്ട് വരുന്നതാണ്. ഒരു സ്പെഷ്യൽ റെസൊല്യൂഷനിലൂടെയാണ് എനി ചേഞ്ച് ഇൻ ദി മെമ്മോറാണ്ടം ഓർ ആർട്ടിക്കിൾസ് ക്യാൻ ബി കോൺസ്റ്റിറ്റ്യൂട്ടഡ്. അത് പ്രത്യേകമായിട്ട് ഓർത്തിരിക്കുക. ഏത് സെക്ഷനാണെങ്കിലും അതിൽ ക്യാപിറ്റൽ ക്ലോസിൽ മാറ്റം വരുത്തുന്നതിന് വേണമെങ്കിൽ സ്പെഷ്യൽ റെസൊല്യൂഷൻ്റെ ആവശ്യമില്ല, ഒരു ഓർഡിനറി റെസൊല്യൂഷൻ മതി. ബാക്കി ഏത് ക്ലോസിലാണെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് ഓർത്തിരിക്കുന്ന ഈ പോയിൻ്റാണ്. ജനറലായിട്ട് ഓർത്ത് ആൻസർ കൊടുക്കാം. അപ്പം നമുക്കെന്താ, ഇപ്പോൾ ഒരു നെയിം ക്ലോസ് ആണെങ്കിൽ സ്പെഷ്യൽ റെസൊല്യൂഷനാണ്, രജിസ്ട്രാർ ഓഫ് കമ്പനീസിൻ്റെ അനുമതി വേണം. ഇനി ഇത് ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയെ പബ്ലിക് ലിമിറ്റഡ് കമ്പനിയായിട്ടോ പബ്ലിക് ലിമിറ്റഡ് കമ്പനിയുടെ പേര് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയായിട്ടോ മാറ്റുന്നതിന് വേണ്ടിയുള്ള ഒരു ചേഞ്ച് ആണെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് പ്രയർ അപ്രൂവൽ ആവശ്യമില്ല. മറ്റെന്ത് ചേഞ്ച് ആണെങ്കിലും പേരുമായിട്ട് ബന്ധപ്പെട്ട് വരികയാണെങ്കിൽ പ്രയർ അപ്രൂവൽ ഓർ പ്രയർ സാങ്ഷൻ ഓഫ് ദി സെൻട്രൽ ഗവൺമെൻറ് ഇസ് റിക്വയർഡ്. അത് നമുക്കൊന്ന് ഓടിച്ചു നോക്കാം. ലിമിറ്റേഷൻസ് ഓഫ് എ പവർ ടു ഓൾട്ടർ ഇറ്റ്സ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ഡിപ്പെൻഡ്സ് ഓൺ ദി ക്ലോസ് ഓഫ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ വിച്ച് ഇറ്റ് ഇൻറ്റൻസ് ടു ഓൾട്ടർ. അപ്പോൾ ലിമിറ്റേഷൻ ഏത് ക്ലോസ് ആണോ അതിനനുസരിച്ചായിരിക്കും. ദി മേജർ ക്ലോസസ് ഓഫ് MOA ആൻഡ് ലിമിറ്റേഷൻസ് ടു ചേഞ്ച് ഇറ്റ് are discussed below. 1. Alteration of name in memorandum of association. Changes to the name of a company would require an alteration to the memorandum of association. ഒരു കമ്പനിയുടെ പേര് മാറ്റണമെന്ന ഉണ്ടെങ്കിൽ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ്റെ നെയിം ക്ലോസിൽ മാറ്റം വരുത്തണം. ദെൻ ബൈ പാസിംഗ് എ സ്പെഷ്യൽ റെസൊല്യൂഷൻ. എന്താ, ഒരു പേര് മാറ്റണമെന്നുണ്ടെങ്കിൽ സ്പെഷ്യൽ റെസൊല്യൂഷൻ ആവശ്യമാണ്. ഇൻ കേസ് ചേഞ്ചസ് ടു ദി നെയിം ഓഫ് എ പ്രൈവറ്റ് ലിമിറ്റഡ് ടു പബ്ലിക് ലിമിറ്റഡ് or public limited to private limited company is effected, consent or authorization of central government is not required. ഇപ്പം ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയെ പബ്ലിക് ലിമിറ്റഡ് കമ്പനി ആയിട്ടോ പബ്ലിക് ലിമിറ്റഡ് കമ്പനിയോ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആയിട്ടോ ആണ് പേരിൽ മാറ്റം വരുത്തുന്നതെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കൺസെൻറ്റ് ആവശ്യമില്ല. ഇൻ ഓൾ ദർ കേസസ് ദി കൺസെൻറ്റ് ഓഫ് ദി സെൻട്രൽ ഗവൺമെൻറ് ഈസ് റിക്വയർഡ്. Further, in the event of a company being registered with a name that bears a resemblance to the name of an existing company, the central government might ask it to alter its name. In such a case, ordinary resolution is adequate. എന്താ, കേന്ദ്ര ഗവൺമെൻറ് ആവശ്യപ്പെടുന്ന പ്രകാരമാണ് പേര് മാറ്റുന്നതെങ്കിൽ ഒരു ഓർഡിനറി റെസൊല്യൂഷൻ പാസ്സായാൽ മതി. കമ്പനിയുടെ ജനറൽ മീറ്റിങ്ങിൽ ഒരു ഓർഡിനറി റെസൊല്യൂഷൻ പാസ്സാക്കുക. ഇതാണ് ഓൾട്രേഷൻ്റെ ആദ്യത്തെ ഒരു പ്രൊവിഷൻ. ഇത് ഓൾട്രേഷൻ എന്താണ്, ഓൾട്രേഷൻ ഓഫ് നെയിം. ദെൻ സെക്കൻഡ് വൺ ഈസ് ചേഞ്ച് ഓഫ് രജിസ്റ്റേർഡ് ഓഫീസ്. ഒരു കമ്പനിയുടെ രജിസ്റ്റേർഡ് ഓഫീസ് ഒരു സംസ്ഥാനത്ത് നിന്ന് മറ്റൊരു സംസ്ഥാനത്തേക്ക് മാറ്റുക. എ കമ്പനി മസ്റ്റ് മേക്ക് ചേഞ്ചസ് ടു മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ടു ട്രാൻസ്ഫർ എ രജിസ്റ്റേർഡ് ഓഫീസ് ഫ്രം വൺ സ്റ്റേറ്റ് ടു അനദർ. ഇൻ ദി ഇവന്റ് ഓഫ് ദി രജിസ്റ്റേർഡ് ഓഫീസ് ഹാസ് ടു ബി ഷിഫ്റ്റഡ് ഫ്രം വൺ സ്റ്റേറ്റ് ടു അനദർ സ്റ്റേറ്റ്, a special resolution has to be approved and approval from the company law board has to be acquired by the company. അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട പോയിന്റ്. സ്പെഷ്യൽ റെസൊല്യൂഷനും കമ്പനി ലോ ബോർഡിൻ്റെ
ഒരു അപ്രൂവലും ആവശ്യമായിട്ട് വരും. ഇനി ഈ ചേഞ്ച് വരുത്തി കഴിയുമ്പോൾ ചേഞ്ച് 2 സംസ്ഥാനങ്ങളിലെയും രജിസ്ട്രാർ ഓഫ് കമ്പനീസിൻ്റെ അടുത്ത് ഈ ഒരു കാര്യം ഫയൽ ചെയ്തിരിക്കണം. Then 3. Alteration of object clause. Changes to the object clause of a private limited company can be effected easily. ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ ഒബ്ജക്റ്റീവ്സ് ക്ലോസിൽ മാറ്റങ്ങൾ വരുത്തുന്നത് എളുപ്പമാണ്. അതിന് മിനിമം ലീഗൽ പ്രൊസീഡിങ്സ് ഒക്കെ ഉള്ളൂ. Then however, changing the objects of a company that has raised money from the public will require special resolution. ഇപ്പം പബ്ലിക് ലിമിറ്റഡ് കമ്പനികളാണ് എങ്കിൽ കമ്പനിയുടെ ജനറൽ മീറ്റിംഗിൽ ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കേണ്ടതായിട്ട് വരും. ഫർദർ, the special resolution must be published in newspapers both in English and in local language which is in circulation at place where the registered office of the company is located. Then the details should also be displayed in the company's website if any, along with the justification for modification of objects of the company. ഇത് പ്രത്യേകമായിട്ട് ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഇപ്പം നമ്മളൊരു 5 മാർക്കിനാകുമ്പോൾ ഇനി ഈ ഒരു പാർട്ട് കൊണ്ട് ആൻസർ നിർത്താം. ആൻസർ കീയിലെ ഫുള്ളായിട്ടുള്ളത് കാണാൻ വിളിച്ചിരുന്ന കാര്യമില്ല. Then alteration of liability clause. The liability clause can be changed so as to make liability of the directors unlimited. ലയബിലിറ്റി ക്ലോസിൽ മാറ്റങ്ങൾ വരുത്തുന്ന ഡയറക്ടേഴ്സിൻ്റെ ലയബിലിറ്റി അൺലിമിറ്റഡ് ആക്കാൻ വേണ്ടി മാത്രമേ പാടുള്ളൂ. The liability clause can be changed so as to make liability of the directors unlimited. In any case, the liability of the shareholders cannot be made unlimited. ഷെയർഹോൾഡേഴ്സിൻ്റെ ലയബിലിറ്റി അൺലിമിറ്റഡ് ആക്കാനുള്ള ചേഞ്ചസ് വരുത്താൻ പറ്റില്ല. ഡയറക്ടേഴ്സിൻ്റെ ലയബിലിറ്റി അൺലിമിറ്റഡ് ആക്കുന്നതിന് വേണ്ടി വേണമെങ്കിൽ ലയബിലിറ്റി ക്ലോസിൽ മാറ്റങ്ങൾ വരുത്താം. The liability clause can be modified by passing a special resolution. A copy of the resolution should be filed with registrar within 30 days of passing of such a resolution. ഇപ്പോൾ ഇവിടെ എന്താണ്, ലയബിലിറ്റി ക്ലോസിൽ ഓൾട്ടറേഷൻ വരുത്തണമെന്നുണ്ടെങ്കിൽ സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കണം. ഇങ്ങനെ പാസ്സാക്കുന്ന റെസൊല്യൂഷൻ രജിസ്ട്രാർ ഓഫ് കമ്പനീസിൻ്റെ അടുത്ത് ഈ റെസൊല്യൂഷൻ പാസ്സാക്കി 30 ദിവസത്തിനകം ഫയൽ ചെയ്തിരിക്കണം. Then the 5th one is alteration of capital clause. A company can change its capital clause by passing an ordinary resolution in a general meeting. ഈ ക്യാപിറ്റൽ ക്ലോസിൽ മാറ്റം വരുത്തുന്നതിന് ഓർഡിനറി റെസൊല്യൂഷൻ ജനറൽ മീറ്റിംഗിൽ പാസ്സാക്കിയാൽ മതി. മറ്റെല്ലാ ചേഞ്ചസിനും മറ്റെല്ലാ ക്ലോസുകളിലും ചേഞ്ചസ് വരുത്തണമെന്നുണ്ടെങ്കിൽ സ്പെഷ്യൽ റെസൊല്യൂഷൻ തന്നെ പാസ്സാക്കിയിരിക്കണം. Then alteration of capital may relate to subdivision of shares, consolidation of shares, conversion of shares into stock and annulment of unsubscribed capital. Within a period of 30 days of passing of resolution, the altered AOA and MOA have to be submitted to the registrar of companies. ഈ ഓർഡിനറി റെസൊല്യൂഷൻ പാസ്സാക്കി 30 ദിവസത്തിനകം മാറ്റം വരുത്തിയിരിക്കുന്ന മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ആണെങ്കിൽ അത്, അല്ലെങ്കിൽ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ആണെങ്കിൽ അത് രജിസ്ട്രാർ ഓഫ് കമ്പനീസിൻ്റെ അടുത്ത് സബ്മിറ്റ് ചെയ്തിരിക്കണം. ഇത്രയുമാണ് നമ്മുടെ ഈ ഓൾട്ടറേഷൻസ് ഇൻ ദി മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനുമായിട്ട് ബന്ധപ്പെട്ട് 5 മാർക്കിന് അല്ലെങ്കിൽ 8 മാർക്കിന് ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഞാൻ ആ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന പാർട്ടിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് ആൻസർ തയ്യാറാക്കുക. Then the 15th question is explain the provisions for alteration of articles of association. ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ മാറ്റം വരുത്തുന്നതിന് വേണ്ടിയുള്ള പ്രൊവിഷൻസ്. ഇതെന്താ, ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കുക. ഇനി ആർട്ടിക്കിളിൽ വരുത്തുന്ന എല്ലാ ഓൾട്ടറേഷൻസും ഇറ്റ് മസ്റ്റ് ബി സബ്ജക്ട് ടു ദി പ്രൊവിഷൻസ് ഓഫ് ദി മെമ്മോറാണ്ടം. മെമ്മോറാണ്ടത്തിൻ്റെ അധികാര പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് വേണം. സബ്ജക്ട് ടു ദി പ്രൊവിഷൻസ് ഓഫ് ദി മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. സെക്ഷൻ 14 ഓഫ് ദി ആക്ട് ഗ്രാൻസ് പവർ ടു എവറി കമ്പനി ടു ഓൾട്ടർ ഇറ്റ്സ് ആർട്ടിക്കിൾസ്. ഇപ്പം സെക്ഷൻ 14 പ്രകാരം, സെക്ഷൻ 14 ഓഫ് ദി കമ്പനീസ് ആക്ട് 2013 പ്രകാരം എല്ലാ കമ്പനികൾക്കും അതിൻ്റെ ആർട്ടിക്കിൾസിൽ മാറ്റം വരുത്താനുള്ള ഒരു അധികാരമുണ്ട്. ദെൻ ബൈ പാസിങ് എ സ്പെഷ്യൽ റെസൊല്യൂഷൻ, ഇപ്പം എനി ചേഞ്ച് ഇൻ ദി ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ക്യാൻ ബി മെയ്ഡ് ഓൺലി ബൈ പാസിങ് എ സ്പെഷ്യൽ റെസൊല്യൂഷൻ. ഇതിൻ്റെയൊക്കെ ആൻസർ എഴുതുമ്പോൾ ഈ സ്പെഷ്യൽ റെസൊല്യൂഷൻസിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. Section 14 subsection 1 state that subject to the provisions of the Companies Act 2013 and the conditions contained in MOA, ഇപ്പോൾ കമ്പനീസ് ആക്ടിൻ്റെ പ്രൊവിഷൻസും മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ്റെ പ്രൊവിഷൻസിനും വിധേയമായിട്ട് വേണം
ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ മാറ്റങ്ങൾ വരുത്താനായിട്ട്. ഇപ്പം ആൻഡ് ദി കൺസ്റ്റിറ്റ്യൂഷൻ ഒബ്റ്റൈൻഡ് ഇൻ MOA, കമ്പനി മേ ബൈ സ്പെഷ്യൽ റെസൊല്യൂഷൻ ഓൾട്ടർ ആർട്ടിക്കിൾസ് including alteration which may have the effect of converting a public company into private company or a private company into public company, etc. Then alteration of AOA is much easier. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ആൻസേഴ്സ് നിങ്ങൾ ആൻസർ കീ നോക്കി പഠിക്കുക. ഇതൊക്കെ ഇതിന് മുമ്പുള്ള 2019-ലും 2018-ലും ഒക്കെ നമ്മൾ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുള്ളതാണ്. ദെൻ ഇതിൻ്റെ ആ ഒരു ലിമിറ്റേഷൻസ് ടു ഓൾട്രേഷൻസ് അതും കൊടുത്തിട്ടുണ്ട്. Alteration should not be against the provisions of the Companies Act or MOA. The alteration should not propose any illegal and should not constitute fraud on the minority shareholders. The alteration should be for the benefit of the company only. The alteration should not increase liability of the existing members. Alteration can be made only by special resolution. Alteration can be done with the retrospective effect. മുൻകാല പ്രാബല്യത്തോടെ ഓൾട്രേഷൻസ് നടത്താം. ഇത് ഓൾട്രേഷൻസുമായിട്ട് ബന്ധപ്പെട്ട പ്രൊവിഷൻസ് ആണ്. ദെൻ 16th question is what are the conditions for issue of preference shares as per the Companies Act? പ്രിഫറൻസ് ഷെയർസിൻ്റെ ഇഷ്യൂവുമായിട്ട് ബന്ധപ്പെട്ട പ്രൊവിഷൻസ് ആണത്. സെക്ഷൻ 55-ലാണ് കൊടുത്തിരിക്കുന്നത്. According to the provisions of section 55 of the Companies Act 2013, a company limited by shares, if authorized by the articles of association of the company, may issue preference shares which are liable to be redeemed within 20 years from the date of their issue. ഇപ്പം ഒരു കമ്പനി പ്രിഫറൻസ് ഷെയർസ് ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ അത് ഇഷ്യൂ ചെയ്ത് 20 വർഷത്തിനുള്ളിൽ റിഡീം ചെയ്തിരിക്കണം. നോ കമ്പനി ഷാൽ ബി അലൗഡ് ടു ഇഷ്യൂ ഇറഡീമബിൾ പ്രിഫറൻസ് ഷെയർസ്. അപ്പം അതിൻ്റെ ആ ഇറഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ കമ്പനികൾക്ക് ഇപ്പം എന്താ അനുവാദമില്ല. The company may issue preference shares under the Act subject to the following conditions. 1. The issue shall be authorized in the articles of association of the company. The shares shall be issued after passing special resolution at the general meeting of the company. The company at the time of such issue of preference shares has no subsisting default in redemption of preference shares issued either before or after the commencement of this Act, or in payment of dividend due on any preference shares. Then next, the company issuing preference shares shall incorporate the following matters in the resolution passed at the general meeting. ഞാൻ ഈ ആൻസർ കീയിലെ ആൻസേഴ്സ് വായിച്ചു വിടുന്നത് നിങ്ങൾക്കത് നോക്കി പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. എന്തെങ്കിലും കാരണവശാൽ എൻ്റെ ആൻസർ ക്ലിയർ അല്ല എങ്കിൽ നിങ്ങൾ ആ വോയിസ് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് മനസ്സിലാക്കുക. The priority in respect of payment of dividend as well as payment of capital, participation, surplus dividend. C. Participation, surplus assets and profits on winding up which may remain after the entire capital has been paid. D. Payment of dividend on cumulative or non-cumulative basis. The conversion of the preference shares into equity shares, voting rights, the redemption of preference shares, etc. Then the preference shareholders are the creditors of a company. They did not have the voting right except under certain circumstances. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് കമ്പനിയുടെ ക്രെഡിറ്റേഴ്സാണ്. അവർക്ക് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രമേ വോട്ടവകാശമുള്ളൂ. ഈ വോട്ടവകാശമുള്ള മാറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ മാറ്റേഴ്സ് അഫക്റ്റിംഗ് ദെയർ റൈറ്റ്സ്. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ അവകാശങ്ങളെ ബാധിക്കുന്ന കാര്യങ്ങളിൽ മാത്രമേ അവർക്ക് വോട്ടവകാശമുള്ളൂ. ദെൻ നെക്സ്റ്റ് 17, വാട്ട് ആർ ദി പണിഷ്മെൻറ്റ് ഫോർ ഇൻപേഴ്സണേഷൻ ഓഫ് ഷെയർ ഹോൾഡർ? ഒരു ഷെയർ ഹോൾഡർ ഇൻപേഴ്സണേഷന് വിധേയമാവുകയാണെങ്കിൽ അയാൾക്ക് കിട്ടാവുന്ന ശിക്ഷ എന്തൊക്കെയാണ്? ഇഫ് എനി പേഴ്സൺ deceitfully personate as an owner of any security or interest in a company, or any share, warrant or coupon issued in pursuance of this Act, and thereby obtains or attempts to obtain any such security or interest or any such share, warrant or coupon, or receives or attempts to receive any money due to any such owner, he shall be punishable with imprisonment. പ്രധാനമായിട്ടും എന്താണ് ഇംപേഴ്സണേഷൻ ഓഫ് ഷെയർ ഹോൾഡേഴ്സിന് കിട്ടാവുന്ന പണിഷ്മെൻ്റ് ആണ്. ഫോർ ഇംപേഴ്സണേഷൻ പണിഷബിൾ വിത്ത് ഇംപ്രിസൺമെൻറ്റ് ഫോർ എ ടൈം വിച്ച് ഷാൽ നോട്ട് ബി ലെസ് ദാൻ 1 year ബട്ട് വിച്ച് മേ എക്സ്റ്റെൻഡ് ടു 3 years and with a fine which shall not be less than 1 lakh rupees but which may extend to 5 lakh rupees. ഇപ്പം എന്തായി, 1 വർഷത്തിൽ കുറയാത്ത കാലാവധിയിലേക്ക് അല്ലെങ്കിൽ 1 വർഷം തൊട്ട് 3 വർഷം വരെ ഇംപ്രിസൺമെൻറ്റും 1 ലക്ഷം മുതൽ 5 ലക്ഷം വരെ ഫൈനും അടയ്ക്കേണ്ടതായിട്ട് വരാം. ഇതിനു വേണ്ടിയിട്ടാണ്
ഒരു ഇംപേഴ്സണേഷൻ ഓഫ് ഷെയർ ഹോൾഡർ, അതിന് കിട്ടാവുന്ന പണിഷ്മെൻ്റാണ്. ദെൻ നെക്സ്റ്റ് ഈസ് വാട്ട് ഈസ് വോട്ടിംഗ് ത്രൂ ഇലക്ട്രോണിക് മീൻസ്. ഇപ്പോൾ എല്ലാം ഇ വോട്ടിംഗ് ആണ്. സോ ഇലക്ട്രോണിക് വോട്ടിംഗ് ഓർ ഇ വോട്ടിംഗ് ഈസ് എ ടേം encircling several different types of voting, implementing both electronic means of casting a vote and electronic means of counting vote. ഇലക്ട്രോണിക് മീൻസ് ഉപയോഗിച്ച് വോട്ട് രേഖപ്പെടുത്തുകയും കൗണ്ട് ചെയ്യുകയും ചെയ്യുന്ന രീതികളെ നമ്മൾ എന്താ പറയുന്നത്, ഇതാണ് വോട്ടിംഗ് ത്രൂ ഇലക്ട്രോണിക് മീൻസ്. Then the Companies Act 2013 has introduced new provisions voting through electronic means under section 108. A member may exercise his right to vote at any general meeting by electronic means, and the company may pass in resolution by electronic voting system in accordance with the provisions process of e-voting for the company. അതൊരു FABCDEF 5 പോയിന്റുകൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ 5 പോയിന്റുകളും ഈ ഒരു ആൻസർ കീയിലെ നോക്കി പഠിക്കുക. ദെൻ 19ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഹൗ ദി കാഷ്വൽ വേക്കൻസി ഓഫ് ഓഡിറ്റേഴ്സ് ഫിൽഡ് ഇൻ എ കമ്പനി. ഇപ്പോൾ ഒരു കമ്പനിയിലെ കാഷ്വൽ വേക്കൻസി എങ്ങനെയാണ് ഫിൽ ചെയ്യപ്പെടുന്നത്? ഓഡിറ്റേഴ്സിൻ്റെ കാഷ്വൽ വേക്കൻസിയാണ്. എനി കാഷ്വൽ വേക്കൻസി ഓഫ് ആൻ ഓഡിറ്റർ ഷാൾ ബി ഫിൽ ബൈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് വിതിൻ 30 days. ഇപ്പോൾ ആദ്യത്തെ രീതി എന്താണ്? ഒരു കാഷ്വൽ വേക്കൻസി ഉണ്ടായിക്കഴിഞ്ഞാൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് ആ കാഷ്വൽ വേക്കൻസി ഉണ്ടായി 30 ദിവസത്തിനകം ഫിൽ ചെയ്യാവുന്നതാണ്. സെക്കൻഡ്ലി, ഈ സച്ച് കാഷ്വൽ വേക്കൻസി ഈസ് എ റിസൾട്ട് ഓഫ് റെസിഗ്നേഷൻ ഓഫ് ആൻ ഓഡിറ്റർ. ദിസ് ഷാൽ ഓൾസോ ബി അപ്രൂവ്ഡ് ബൈ ദി കമ്പനി ഇൻ ദി ജനറൽ മീറ്റിംഗ്. ഒരു ഓഡിറ്റർ റിസൈൻ ചെയ്തുകൊണ്ടുണ്ടാകുന്ന കാഷ്വൽ വേക്കൻസി ആണെങ്കിൽ ഈ ഒരു ഡയറക്ടറിൻ്റെ ഒരു ഓഡിറ്ററിൻ്റെ അപ്പോയിൻമെൻറ്റ് കമ്പനിയുടെ ജനറൽ മീറ്റിങ്ങിൽ അക്സെപ്റ്റ് ചെയ്തിരിക്കണം. ദെൻ ജനറൽ മീറ്റിംഗ് കൺവീൻ വിതിൻ 3 months ഓഫ് ദി റെക്കമെൻഡേഷൻസ് ഓഫ് ദി ബോർഡ്. ദെൻ എനി സച്ച് ഓഡിറ്റർ അപ്പോയിൻറ്റഡ് ഇൻ കാഷ്വൽ വേക്കൻസി ഷാൽ ഹോൾഡ് ഓഫീസ് ടിൽ ദി കൺക്ലൂഷൻ ഓഫ് ദി നെക്സ്റ്റ് ആനുവൽ ജനറൽ മീറ്റിംഗ്. ഇങ്ങനെ ഒരു കാഷ്വൽ വേക്കൻസിയിൽ നിയമിക്കപ്പെടുന്ന ഓഡിറ്റർ അടുത്ത ആനുവൽ ജനറൽ മീറ്റിംഗിൻ്റെ കൺക്ലൂഷൻ വരെ ആയിരിക്കും ഓഫീസ് ഹോൾഡ് ചെയ്യുന്നത്. In case of government company, the casual vacancy shall be filed by the Controller and Auditor General of India within 30 days. ഗവൺമെൻറ് കമ്പനി ആണെങ്കിൽ ഒരു കാഷ്വൽ വേക്കൻസിയിലൂടെ വരുന്ന ഒരു ഓഡിറ്ററെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യയാണ്. ഇത് ഈ വേക്കൻസി ഉണ്ടായി 30 ദിവസത്തിനകം കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ അപ്പോയിൻറ്റ് ചെയ്തിരിക്കണം. Then E, in case Controller and Auditor General of India does not fill the casual vacancy within 30 days, then Board of Directors shall fill the vacancy within the next 30 days. ഒരു കാഷ്വൽ വേക്കൻസി, ഒരു ഗവൺമെൻറ് കമ്പനിയിൽ കാഷ്വൽ വേക്കൻസി ഓഫ് ഓഡിറ്റർ ഉണ്ടായി, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ 30 ദിവസത്തിനകം ഒരു കാഷ്വൽ ഓഡിറ്ററെ അപ്പോയിൻറ്റ് ചെയ്യുന്നില്ല എങ്കിൽ അടുത്ത 30 ദിവസത്തിനകം ഈ ഗവൺമെൻറ് കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് ഒരു കാഷ്വൽ ഓഡിറ്ററെ അപ്പോയിൻറ്റ് ചെയ്യാവുന്നതാണ്. ദെൻ നെക്സ്റ്റ് ഈസ് 20th question. Explain the exceptions to the contributory's right to set off where limited right of set off is given. Persons liable to contribute to assets on certain conditions. While settling the list of contributories, the tribunal shall include every person who is or has been a member who shall be liable to contribute to the assets of the company an amount sufficient for the payment of the debts and liabilities and the cost, charges and expenses of winding up, and for adjustment of the rights the contributors among themselves subject to the following conditions. ഇത് നമുക്കെന്താ ഈ ആൻസർ കീയിൽ തന്നിരിക്കുന്നത് പോലെ കോളം വരച്ച് എഴുതണമെന്നില്ല. നമുക്ക് ആ 1, 2, 3 ആൻസർ 1 by 1 ആയിട്ട് കൊടുത്താലും മതി. പിന്നെ ഒരു കണ്ടീഷൻസ്, ഒന്നാമത്തെ കണ്ടീഷൻ എന്താ? എ പേഴ്സൺ ഹു ഹാസ് ബീൻ എ മെമ്പർ ഷാൽ നോട്ട് ബി ലയബിൾ ടു കോൺട്രിബ്യൂട്ട് if he has ceased to be a member for the preceding 1 year or more before the commencement of the winding up. ഇത് നേരെ കണ്ടിന്യൂവേഷൻ ആയിട്ട് എഴുതിയാലും മതി. സെക്കൻഡ് കണ്ടീഷൻ, എ പേഴ്സൺ ഹു ഹാസ് ബീൻ എ മെമ്പർ ഷാൽ നോട്ട് ബി ലയബിൾ ടു കോൺട്രിബ്യൂട്ട് ഇൻ റെസ്പെക്ട് ഓഫ് എനി ഡെറ്റ് ഓർ ലയബിലിറ്റി ഓഫ് ദി കമ്പനി if such debt or liability contracted after he ceased to be a member. മെമ്പറായിട്ട് എന്താ, ഒരു വ്യക്തി ഒരു മെമ്പറാകുന്ന അയാളുടെ പൊസിഷൻ അവസാനിച്ച് കഴിഞ്ഞാണ് എങ്കിൽ അയാൾക്ക് ലയബിലിറ്റി ഇല്ല. ഇപ്പോൾ ഒരു വ്യക്തി മെമ്പർ അല്ലാതായി കഴിഞ്ഞുണ്ടാകുന്ന ലയബിലിറ്റിക്ക് ആ ഒരു മെമ്പറിന് അല്ലെങ്കിൽ ആ ഒരു വ്യക്തിക്ക് ഒരു ലയബിലിറ്റി ഉണ്ടാകുന്നതല്ല.
Then the third one is, a person who has been a member shall be liable to contribute when it appears to the tribunal that the present members are unable to satisfy the contributions required to be made by them in pursuance of this act. Then 4. In case of a company limited by shares, no contribution shall be required from any person who is or has been a member exceeding the amount, if any, unpaid on the shares in respect of which is liable as such member. ഇപ്പം ലിമിറ്റഡ് ബൈ ഷെയർസ് കമ്പനികളാണെങ്കിൽ അതിൻ്റെ മെമ്പേഴ്സിന് ലയബിലിറ്റി ഒന്നും ഉണ്ടാകുന്നില്ല. ദെൻ ഇൻ കേസ് ഓഫ് എ കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി, ഒരു ഗ്യാരണ്ടി കമ്പനിയാണെങ്കിൽ, ഇഫ് ദി കമ്പനി ഹാസ് എ ഷെയർ ക്യാപിറ്റൽ, such member shall be liable to contribute to the extent of any sum unpaid on shares held by him as if the company were a company limited by shares. ഇനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി കമ്പനികൾക്ക് ഷെയർ ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ അവരുടെ പൊസിഷനും ഒരു ലിമിറ്റഡ് ബൈ ഷെയർ കമ്പനിയുടെ പൊസിഷൻ തന്നെ ആയിരിക്കും. ഒരു കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർ ക്യാപിറ്റൽ, ഷെയർ ആ ഒരു കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ പൊസിഷൻ തന്നെ ആയിരിക്കും. ഇത് സെക്ഷൻ 285 ഓഫ് ദി കമ്പനീസ് ആക്ട് 2013 കൊടുത്തിരിക്കുന്ന എക്സ്പ്ലനേഷനാണ്. നമ്മൾ മറ്റേതെങ്കിലും ഒരു റെഫറൻസ് ടെക്സ്റ്റ് നോക്കിയാൽ ഇത് ഈ കോളമായിട്ടായിരിക്കില്ല തന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾ ആ കോളമായിട്ട് പഠിക്കണമെന്നില്ല. നിങ്ങൾ ആ ഓരോ സെൻറ്റൻസും കണ്ടിന്യൂഷനായിട്ട് തന്നെ ഈ 5 പോയിന്റുകളും പഠിച്ചെഴുതിയാൽ മതി. ദെൻ 21ാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ മെമ്പേഴ്സ് വോളണ്ടറി വൈൻഡിങ് അപ്പ് ആൻഡ് ക്രെഡിറ്റേഴ്സ് വൈൻഡിങ് അപ്പ്. So winding up intentionally without interference of outsiders like court or tribunal is called voluntary winding up. Voluntary winding എന്ന് പറഞ്ഞാൽ എന്താ? ട്രിബ്യൂണലിൻ്റെയോ കോടതിയുടെ ഇടപെടലില്ലാതെ ഒരു കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സോ ക്രെഡിറ്റേഴ്സോ ഇനിഷ്യേറ്റീവ് എടുത്ത് നടത്തുന്ന വൈൻഡിങ് അപ്പിനാണ് നമ്മൾ എന്ത് പറയുന്നത്? വോളണ്ടറി വൈൻഡിങ് അപ്പ്. അതിൻ്റെ ആ ഡിഫറൻസ് നോക്കാം. മെമ്പേഴ്സ് വോളണ്ടറി വൈൻഡിങ് അപ്പും ക്രെഡിറ്റേഴ്സ് വോളണ്ടറി വൈൻഡിങ് അപ്പും. In case of members voluntary winding up, where a company is solvent and declaration of solvency is made by the directors, it is called members voluntary winding up. ഇപ്പം എന്താണ്? ഒരു സോൾവെന്റ് കമ്പനിയാണ്, കമ്പനി സോൾവെന്റ് ആണ്, അതുപോലെ കമ്പനിയുടെ ഡയറക്ടേഴ്സ് ഒരു സോൾവൻസി ഡിക്ലറേഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള കമ്പനികൾ നടപ്പിലാക്കുന്ന വൈൻഡിങ് അപ്പ് എന്താണ്? അതാണ് members voluntary winding up. Then where a company is solvent, the declaration of solvency is not made by the directors. It is called as creditors voluntary winding up. ഇതൊരു മെമ്പേഴ്സ് വോളണ്ടറി വൈൻഡിങ് അപ്പ് ആണെങ്കിലും ക്രെഡിറ്റേഴ്സ് വോളണ്ടറി വൈൻഡിങ് അപ്പ് സോൾവെന്റ് കമ്പനിയാണ്, കമ്പനി സോൾവെന്റ് ആണ്, കമ്പനി ഗോട്ട് മോർ അസറ്റ്സ് ദാൻ ഇറ്റ്സ് ലയബിലിറ്റീസ്. ഇനി കമ്പനി ഡയറക്ടേഴ്സ് ഒരു സോൾവൻസി ഡിക്ലറേഷൻ കൊടുത്താണ് വൈൻഡിങ് അപ്പ് പ്രോസസ്സ് ആരംഭിക്കുന്നതെങ്കിൽ അത് മെമ്പേഴ്സ് വോളണ്ടറി വൈൻഡിങ് അപ്പും. ഇനി ഡയറക്ടേഴ്സ് ഒരു സോൾവൻസി ഡിക്ലറേഷൻ കൊടുക്കുന്നില്ല എങ്കിൽ അത് ക്രെഡിറ്റേഴ്സ് വോളണ്ടറി വൈൻഡിങ് അപ്പും ആകുന്നു. Dominant control remains in the hands of the members of the company. In case of members voluntary winding up, dominant control remains in the hands of the members of the company. In case of creditors voluntary winding up, dominant control remains in the hands of the creditors. Then മൂന്നാമത്തെ, there is no meeting of creditors and liquidator is appointed by the company. ഇപ്പം ഒരു മെമ്പേഴ്സ് വോളണ്ടറി വൈൻഡിങ് അപ്പ് ആണെങ്കിൽ ക്രെഡിറ്റേഴ്സിൻ്റെ മീറ്റിംഗ് വിളിച്ചു കൂട്ടേണ്ട ആവശ്യമില്ല, കമ്പനി ആയിരിക്കും ലിക്വിഡേറ്ററിനെ അപ്പോയിന്റ് ചെയ്യുന്നത്. ഇൻ ക്രെഡിറ്റേഴ്സ് വൈൻഡിങ് അപ്പ്, മീറ്റിംഗ് ഓഫ് ദി ക്രെഡിറ്റേഴ്സ് ഹൗ ടു ബി കോൾഡ് അറ്റ് ദി ബിഗിനിങ് ആൻഡ് സബ്സിക്വന്റ്ലി ദി ലിക്വിഡേറ്റേഴ്സ് അപ്പോയിന്റ് ബൈ ദി ക്രെഡിറ്റേഴ്സ്. ഇപ്പോൾ ക്രെഡിറ്റേഴ്സ് വോളണ്ടറി വൈൻഡിങ് അപ്പ് ആണെങ്കിൽ ക്രെഡിറ്റേഴ്സിൻ്റെ മീറ്റിംഗ് വിളിച്ചു കൂട്ടുകയും കമ്പനിയുടെ ലിക്വിഡേറ്ററിനെ ക്രെഡിറ്റേഴ്സ് അപ്പോയിന്റ് ചെയ്യുകയും ചെയ്യും. Then the fourth difference is liquidator can exercise some of his powers with the sanction of the special resolution of the company. ഇപ്പം ഒരു മെമ്പേഴ്സ് വോളണ്ടറി വൈൻഡിങ് അപ്പ് ആണെങ്കിൽ ലിക്വിഡേറ്ററിന് അയാളുടെ കുറേ അധികാരങ്ങൾ കമ്പനിയിൽ ഒരു സ്പെഷ്യൽ റെസൊല്യൂഷനിലൂടെ വിനിയോഗിക്കുന്നതിനുള്ള അധികാരം കിട്ടും, പവർ കിട്ടും. But in case of creditors voluntary winding up, the liquidator can do so with the sanction of the court or committee of inspection or meeting of the creditors. ഈ പറഞ്ഞിരിക്കുന്ന പോയിന്റുകളെല്ലാം തന്നെ ഡിഫറൻസ് ബിറ്റ്വീൻ മെമ്പേഴ്സ് വോളണ്ടറി വൈൻഡിങ് അപ്പ് ആൻഡ് ക്രെഡിറ്റേഴ്സ് വോളണ്ടറി വൈൻഡിങ് അപ്പ് ആണ്. ഇതോടുകൂടി നമുക്ക് 21 ക്വസ്റ്റ്യൻസിൻ്റെയും ആൻസർ ഡിസ്കഷൻ കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ പാർട്ട് സിയുടെ എക്സ്പ്ലനേഷൻ ആയിരിക്കും വരുന്നത്. നിങ്ങൾ പ്രത്യേകം ഓർമ്മയിൽ വെക്കേണ്ട ഒരു കാര്യം, ഇതിലെ പല ക്വസ്റ്റ്യൻസിൻ്റെയും ഡിസ്കഷൻ നമ്മൾ
2018-ലും 19-ലും 17-ലുമായിട്ട് നടത്തിയിട്ടുള്ളതാണ്. നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആൻസർ കീയിലെ ആൻസേഴ്സ് എളുപ്പമായിട്ട് തോന്നുന്നെങ്കിൽ നിങ്ങൾ ആ ആൻസേഴ്സ് പഠിച്ചാൽ മതി. എനിവേ, താങ്ക്സ് ഫോർ അറ്റൻഡിങ് ദിസ് വീഡിയോ.